ഹലോ എവ്രി വൺ. ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലൊരു കുർത്തി സ്റ്റിച്ച് ചെയ്താലോ? ഒരു സ്ട്രാപ്പുള്ള ഷോർട്ട് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് ഞാൻ വിചാരിച്ച പോലെ വന്നില്ല. പക്ഷേ എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 26 ആണ്. അത് തയ്യൽ തുമ്പ് അടക്കമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വിഡ്ത്ത് നോക്കാം. വിഡ്ത്ത് ഞാനൊരു 13 ഇഞ്ചുള്ള തുണിയാണ് മടക്കിയിട്ടിരിക്കുന്നത്. തുണി 4 മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മെഷർമെൻറ്റ് ചെയ്ത് കൊടുക്കാം. നെക്ക് ഇവിടെ ഞാനൊരു 4 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് ഒരു 3 ഇഞ്ചസാണ്. അതൊരു ബോക്സ് ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 ഇഞ്ചസാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 7.5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു മിസ്റ്റേക്ക് വന്നത്. ഞാൻ അടിച്ചു കൊടുക്കുന്ന ടോപ്പിന് ഒരു 7.5 ഇഞ്ച് ആം ഹോൾ വേണ്ടിയിരുന്നില്ല, ഒരു 6 മതിയായിരുന്നു. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 8 ഇഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് 9.5 ഇഞ്ചാണ് ടോട്ടൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതിന് ഈ ആം ഹോൾ ലെങ്ത് എടുത്തില്ലേ, അതൊന്ന് നമ്മളൊന്ന് പകുതി വെച്ച് മടക്കി കൊടുക്കുകയാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് എടുത്ത് കൊടുക്കാം. ഷേപ്പ് ലെങ്ത് എടുക്കുന്നത് ഒരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മുടെ വേസ്റ്റ് എടുക്കുന്നത് 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് എടുക്കുന്നുണ്ട്. ഇനി 17 ഇഞ്ചസിലാണ് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത്. ഇനി സ്ലിറ്റിൻ്റെ അവിടുത്തെ വീതി വരുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത്. ഇനി ടോട്ടൽ നമ്മൾ 26 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും ചേർത്തിട്ടാണ് എടുക്കുന്നത്. താഴത്തെ ഭാഗത്തെ വീതി എടുക്കുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 9.5 ഇഞ്ചാണ് ടോട്ടൽ എടുക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ നെക്ക് മെഷർമെൻറ്റ് എടുത്തില്ലേ, ആ ഒരു ലൈന് നമുക്കൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ആ ഷോൾഡർ മെഷർമെൻറ്റിൻ്റെ പകുതിയിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തില്ലേ, ആ ലൈനിൽ നിന്ന് നമുക്ക് ആ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അത് ആം ഹോളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഷേപ്പ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് ചോക്ക് ഉപയോഗിച്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിരുന്നില്ല. ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി ആ ചെസ്റ്റിൻ്റെ അവിടെയും സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ ഞാൻ ഓരോ നൊച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. നമുക്കിനി നെക്ക് അടിച്ച് കൊടുക്കാം. അടിയിലൊരു കട്ട് പീസ് വെച്ചിട്ട് നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി ആ പീസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ആ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോവാതെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് മടക്കി തിരിച്ചിട്ട് അടിക്കണം. നീറ്റായിട്ട് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഇതേപോലെ ഫ്രണ്ടും ബാക്കും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ആ ക്രോസ് പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 24 ഇഞ്ചാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഞാനൊരു 8 ഇഞ്ച് ആം ഹോൾ എടുത്തു.
രണ്ട് സൈഡിൽ ആം ഹോൾ എടുത്തു, അപ്പോൾ 16 ഇഞ്ച്. പിന്നെ പ്ലസ് നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചസ് ആണ്. അപ്പോൾ രണ്ട് സൈഡിലും വരാൻ വേണ്ടി 8 ഇഞ്ചസ് എടുത്തു. അപ്പോൾ ടോട്ടൽ ഞാൻ എടുത്തിരിക്കുന്നത് 24 ഇഞ്ചാണ്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആ ക്രോസ് പീസ് ഒരു ആം ഹോളിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം ഈ നമ്മുടെ കുർത്തിയുടെ ചീത്ത ഭാഗത്തോട് ചേരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കുക. ഇനി ആ ക്രോസ് പീസ് ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെയ്യുമ്പോൾ നെക്കിൻ്റെ സ്ട്രാപ്പൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ രണ്ട് ആം ഹോളും നമ്മൾ അടിച്ചെടുക്കുക. ഇപ്പോൾ സ്ട്രാപ്പൊക്കെ നല്ലപോലെ വൃത്തിയിൽ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ രണ്ട് സ്ട്രാപ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ അവിടെ മുതൽ ആ സ്ലിറ്റിൻ്റെ ആ പോർഷൻ വരെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നോർമലി നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് പോലെ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടെണ്ണമായിട്ട് മടക്കിയിട്ട് താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ അവിടെ നമ്മളെ നീഡിൽ കുത്തി നിർത്തിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടക്കുക. ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുത്തി നിർത്തിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സൂചി കൊണ്ടുവരിക. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മടക്കിൽ താഴോട്ടും അടിച്ചു കൊടുക്കുക. നോർമൽ കുർത്തീനേക്കാളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, എളുപ്പമാണ്. ഇതിൽ എൻ്റെ ഒരു മെഷർമെൻറ്റ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ ഞാൻ ആം ഹോൾ കുറച്ചൊരു കൂടുതലെടുത്തു. അവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത്.